ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ചാനലിൽ പകുതി ചെയ്തു വെച്ചിരിക്കുന്ന നോ ഗെയിൻ നോ ലവ് എന്ന കെ ഡ്രാമയുടെ ബാക്കി എപ്പിസോഡ്സ് ആണ്. ഒരുപാട് പേര് എനിക്ക് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഇതിന്റെ ബാക്കി എപ്പിസോഡ്സ് കണ്ടിന്യൂ ചെയ്യാമോ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഇത് ചെയ്യാമെന്ന് കരുതുന്നത്. ഇതിന്റെ മുമ്പത്തെ എപ്പിസോഡ്സ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരു പ്ലേലിസ്റ്റിൽ ഇത് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇതിന്റെ ഒന്നാമത്തെ എപ്പിസോഡ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പോയി കണ്ടിട്ട് വരിക. ഇല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. മുൻപത്തെ എപ്പിസോഡിന്റെ അവസാനം കിമ്മിന്റെ കൂട്ടുകാരനും ഹീറോയിൻ കിമ്മുമായിട്ട് വഴക്കിട്ടിട്ടുണ്ടായിരുന്ന കാര്യങ്ങള് കേട്ടിട്ടുണ്ടായിരുന്നു. അവൻ ഇവരെ തെറ്റിദ്ധരിച്ചിട്ട് ഹീറോയിൻ അവസരം മുതലാക്കി ഇവനെ വഴക്ക് പറയുകയാണെന്നും സീനിയർ എന്നുള്ള രീതിയിൽ ഇവനെ ബുള്ളി ചെയ്യുകയാണെന്നും കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കമ്പനിയുടെ സുപ്പീരിയേഴ്സിന്റെ മുന്നിൽ അവളും വന്നിരിക്കുന്നുണ്ട്. കൂട്ടുകാരനും അവനോടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനും വേഗം ഓടി ഹീറോയിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. സുപ്പീരിയേഴ്സ് അവനോട് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോ ഞാൻ ഇവിടുത്തെ പുതിയ റിക്രൂട്ട് ആണ്, നിങ്ങൾ ആ വിക്ടിം അല്ലേ, ഇവിടെ എന്തിനാ വന്നത്, പുറത്ത് വെയിറ്റ് ചെയ്യൂ. അതിനവനും ഞാൻ വിക്ടിം ഒന്നുമല്ല എന്ന് പറഞ്ഞ് അവളുടെ കൈ പിടിച്ചിട്ട് ഞാൻ ഇവളുടെ ഹസ്ബൻഡ് ആണ് എന്നുള്ള കാര്യം അവരോട് പറയുന്നുണ്ട്. എല്ലാവരും അത് കേട്ടിട്ട് ഷോക്ക് ആകുന്നു. ഹീറോയിനും ഞെട്ടുന്നുണ്ട്. അവളും മനസ്സിലൊരു കാര്യം ഓർക്കുന്നുണ്ട്. ഇവര് കല്യാണം കഴിച്ച വേഷത്തിനാണ് ഉണ്ടായിരുന്നത്. അവളും ഒരു പെട്ടിക്കകത്ത് കിടക്കുന്നുണ്ട്. നീ എന്നെ പെട്ടിക്കകത്ത് ആക്കിയില്ലടാന്ന് പറഞ്ഞ് അവള് മനസ്സിൽ പെറുപെറുക്കുന്നുണ്ട്. അവിടെയുള്ളവരും നിങ്ങൾ മാരീഡ് ആണെന്ന് ചോദിക്കുമ്പോ ഹീറോയിൻ അത് സമ്മതിക്കുന്നുണ്ട്. ശരിയാ, ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞു, മാനേജർക്കൊന്നും ഇതിനെക്കുറിച്ച് ഒരു അറിവും ഇല്ലെന്ന് ചോദിക്കുമ്പോ അവനും ഞാൻ എന്റെ ഭാര്യയുടെ സമ്മതം ഇല്ലാതെയാണ് ഇവിടേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും മാനേജറോട് ഇക്കാര്യം പറയണമായിരുന്നില്ലേ, ഇവള് നിങ്ങളുടെ മെന്റർ അല്ലേ, ഹസ്ബൻഡിന് ഇവള് കൂടുതൽ മാർക്ക് ഇട്ട് കൊടുക്കില്ലേ, അതായിരുന്നു നിങ്ങളുടെ പ്ലാൻ. നിങ്ങളുടെ ടീമിലേക്ക് വിളിച്ചിട്ട് ഭർത്താവിന് കൂടുതൽ മാർക്ക് ഇട്ടുകൊടുത്ത് അവനിവിടെ നിർത്താനല്ലേ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് മാനേജറുടെ ഭാര്യയും അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ നോക്കിക്കേ, പുതിയ റിക്രൂട്ട്സിന്റെ മാർക്ക് അവൾ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു റിപ്പോർട്ട് അവരും അത് നോക്കിയിട്ട് ഇവനെ കുറിച്ച് അവള് കുറെ നെഗറ്റീവ് കാര്യങ്ങളാണ് അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത്. അവനും അവളെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. ഓ, അപ്പൊ ഇത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള വഴക്കായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു പ്രശ്നവും പരിഹരിച്ചു വിടുന്നുണ്ട്. ഇവിടെ ഹീറോയിന്റെ റൈറ്റർ ഫ്രണ്ടും അവൾക്ക് കുട്ടിക്കാലത്തുണ്ടായിരുന്ന ഒരു ട്രോമ അവൾ ഓർക്കുന്നുണ്ട്. ആ സമയം ഇവളും കണ്ണു തുറക്കുമ്പോൾ ഹോസ്പിറ്റലിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവള് ഞെട്ടി ഉണർന്നു. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഇവൾക്കുണ്ടായിരുന്ന ഒരു ഇൻസിഡന്റും ഇവൾ ഓർക്കുന്നത്. ആ കമ്പനി സിഇഒയെ ട്രക്ക് ഇടിക്കാനായിട്ട് വരുന്ന സമയത്ത് ഇവളും പേടിച്ച് ബോധം കെട്ട് വീണിട്ടുണ്ടായിരുന്നു. ഇവളെ നോക്കുമ്പോൾ അയാളും അവിടെ ഉണ്ടായിരുന്നു. അയാളെ കണ്ടിട്ട് ഇവളും പേടിക്കുന്നു. നിങ്ങൾ മരിച്ചില്ലേ, എന്നോട് ക്ഷമിക്കണം, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്, നിങ്ങൾ ബോധം കെട്ട് വീണിട്ടുണ്ടായിരുന്നു, ഞാനാണ് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. ഡോക്ടർ എന്താ പറഞ്ഞത്, നിങ്ങൾ ബോധം കെട്ട് വീണിട്ട് പിന്നീട് ഉറങ്ങിപ്പോയി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 20 മണിക്കൂർ നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ വിളിച്ചുണർത്താത്തത്, നന്നായിട്ട് ഉറങ്ങുന്ന ഒരാളെ ഞാൻ എന്തിനാ ഉണർത്തുന്നത്, നിങ്ങളുടെ വീട്ടുകാരെ ആരെയും ഇൻഫോം ചെയ്യാനായിട്ട് സാധിച്ചില്ല, ഞാൻ ഹോസ്പിറ്റൽ ബില്ലൊക്കെ അടച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവളും ഓ, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് എല്ലാം സെറ്റിൽ ചെയ്യാന്ന് കരുതിയല്ലേ, അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, എന്റെ ഹോസ്പിറ്റൽ ഫീസ് ഞാൻ കൊടുത്തോളാം, എത്രയാണ്, അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവനും നിർബന്ധിക്കുന്ന സമയം ഇവളും അതൊന്നും പ്രശ്നമല്ല, ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞ് എത്ര എമൗണ്ട് ആണെന്ന് ചോദിക്കുമ്പോ അത് വലിയൊരു എമൗണ്ട് ആയിരുന്നു. അത് കേൾക്കുമ്പോ ഒരു ദിവസം ഇവിടെ അഡ്മിറ്റ് ആയതിന് ഇത്രയും പണോ, നിങ്ങള് ബില്ല് അടയ്ക്കുമല്ലോ അല്ലേ, പിന്നെന്താ ഞാൻ അടയ്ക്കാലോ എന്ന് പറഞ്ഞ് അവളും ഫോൺ എടുക്കാനായിട്ട് പോകുമ്പോ അതിന്റെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അവനും അത് തടയുന്നു. നിങ്ങളുടെ കൈമുറിയും, അതുകൊണ്ട് ഞാനൊരു പുതിയ ഫോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതിവിടെ വെക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന സമയം താഴെ വീണ് പോയിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് ഞാൻ താഴെ അതെടുക്കാൻ വേണ്ടിയിട്ട് നിന്ന സമയമാണ് നിങ്ങൾ ഉണർന്നിട്ടുണ്ടായിരുന്നത്. അവനും ആ ഒരു ഫോണ് കൊടുക്കാനായിട്ട് പോകുമ്പോ അവളും അത് ലിമിറ്റഡ് എഡിഷൻ ആണ്, നല്ല വില കൂടിയ ഫോണാണ് എന്ന് അവളും കാണുന്നുണ്ട്. അവളത് വാങ്ങിക്കാനായിട്ട് പോകുമ്പോ അവനും നിങ്ങൾക്ക് ഇതൊന്നും താല്പര്യമില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നു. ശേഷം അവിടെ ഒരു സിസ്റ്ററും വരുമ്പോ നിങ്ങളുടെ ബോയ് ഫ്രണ്ട് ഒരുപാട് വിഷമിച്ചു, അയാളാണ് നിങ്ങളെ എടുത്തുകൊണ്ട് ഇവിടേക്ക് വന്നത്, അവളും അയാളുടെ ബോയ് ഫ്രണ്ട് ഒന്നുമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഡിസ്ചാർജ് ചെയ്യുന്ന സമയം അവളും അവനോട് നന്ദി പറയുന്നുണ്ട്. അവൾക്ക് വീട്ടിൽ പോകാൻ പോലും കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല, അവനാണ് പണം കൊടുക്കുന്നത്. നിങ്ങൾ നന്നായിട്ട് റെസ്റ്റ് ഒക്കെ എടുക്കണം, ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് എനിക്കറിയാം, എന്നോട് ക്ഷമിക്കണം. ഇവിടെ ഓഫീസിൽ മൊത്തത്തിൽ ചർച്ചയാണ് ഇവരെ കുറിച്ച്, ഹീറോയിന്റെ ഹസ്ബൻഡാണ് ഇതെന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. മൊത്തത്തിലൊരു നാണക്കേടാണ്, എല്ലാവരെയും എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് ഇവർക്കറിയില്ല. അവന് ദേഷ്യപ്പെടുന്നുണ്ട്. നിന്റെ മാർക്കിന്റെ കാര്യത്തിലാണോ നീ ദേഷ്യപ്പെടുന്നത്, നീ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അവൻ അതല്ല ഉദ്ദേശിച്ചത്, ഇവള് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇവനാണ് ഇവൾക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നാണ്. അതോർത്താണ് ഇവന് ദേഷ്യം. നിനക്കെന്നെ വിശ്വാസം ഇല്ലല്ലേ, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു തന്നു, എന്റെ ജോലി പണയം വെച്ചിട്ടാണ് നിന്നെ സുപ്പീരിയേഴ്സിൽ നിന്നും ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്, ഞാൻ എത്രത്തോളം നിന്നെ വിശ്വസിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ തിരിച്ച് എനിക്കൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് അവൾ ഒരു കാര്യം പറയുന്നു, ഒരു കാര്യം ചെയ്യാം, അവള് ഉയരത്തിൽ കയറി നിന്നിട്ട് എനിക്ക് എന്തുമാത്രം വിശ്വാസം ഉണ്ടെന്ന് ഞാൻ തെളിയിച്ചു തരാം, ഞാൻ ഇവിടുന്ന് ചാടാനായിട്ട് പോവുകയാണ്, നിങ്ങൾ എന്നെ പിടിക്കണം, നിങ്ങൾ അവിടെ ഉണ്ടോ. ആ സമയം അവൻ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവളും താഴെ ഇറങ്ങുന്ന സമയം കാല് തെറ്റി താഴേക്ക് വീഴുന്നുണ്ട്. ആ സമയം അവൻ അവളെ പിടിക്കുന്നു. ദാ കണ്ടില്ലേ, ഞാൻ നിങ്ങളെ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ടെന്ന്. എല്ലാവരും ഇവരെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്, അത് ഇവരും കേൾക്കുന്നുണ്ട്. ഒരുപാട് ഗോസിപ്പ് ഇപ്പോ തന്നെ ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ നന്നായിട്ട് തന്നെ ഇതിനെ ഫേസ് ചെയ്യണം, പേടിക്കരുത്. അപ്പോഴാണ് ആദ്യമായിട്ട് മാനേജർ അവിടേക്ക് വരുന്നത്. സത്യമാണോ ഞാൻ കേട്ടത്, അതെ, പുതിയ റിക്രൂട്ട് എന്റെ ഹസ്ബൻഡ് ആണ് എന്ന് പറഞ്ഞ് തക്കതായി മറുപടി ഇവരും പറയുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇവളോട് വന്ന് ചോദിക്കുന്നുണ്ട്. ഇവരും കോൺഫിഡന്റോടെ അവര് ചോദിക്കുന്നതിന് മറുപടിയും കൊടുക്കുന്നുണ്ട്. അങ്ങനെ
അങ്ങനെ അവരോട് നിൽക്കുന്ന സമയത്താണ് മാനേജറുടെ ഭാര്യ വന്ന് പറയുന്നത്, ഒരു പ്രശ്നമുണ്ട്, ഇവൾക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ കിമ്മിന്റെ കൂട്ടുകാരൻ, ആള് ജോലി ഉപേക്ഷിച്ചെന്നാ തോന്നുന്നത്. അന്നേരം ഹീറോയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ലേഡിയും ഇവള് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എനിക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ പയ്യനില്ലേ, അയാളൊരു നെപ്പോ കിഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ചെയർമാന്റെ പേര് അതുപോലെ ആ പയ്യന്റെ പേര് രണ്ടും ഒരുപോലെ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ചെയർമാന്റെ മകനാണ് അവനെന്നാണ്. അപ്പോഴാണ് ഹീറോയിനും അക്കാര്യം ശ്രദ്ധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവനെ തിരികെ കമ്പനിയിൽ കൊണ്ടുവരുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഞാൻ കാരണമാണല്ലോ അവൻ ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്, ഞാൻ തന്നെ അവനെ തിരികെ കൊണ്ടുവരണം എന്ന് അവൾ തീരുമാനിക്കുന്നുണ്ട്. ഇവിടെ കമ്പനി സിഇഒ ആയ ഹ്യൂൻ അവന്റെ അമ്മയോട് ഞാൻ ജോലിക്കൊക്കെ പോവുകയാണ് എന്ന് പറഞ്ഞ് പോകാനായിട്ട് നിൽക്കുമ്പോ അവരും ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ആ റൈറ്റർ ഇവനെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിനെപ്പറ്റി എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ അത് തീർത്തില്ല എന്നുണ്ടെങ്കിൽ നിന്റെ അച്ഛന് അതൊരു വലിയ പ്രശ്നമായി തീരും. നീ ഒന്നും തന്നെ ചെയ്യണ്ട, ഞാൻ ഇക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുത്തോളാം. അവളുടെ വർക്കൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. എന്റെ മകനെ ഈ ഒരു നിലയിൽ എത്തിച്ചിട്ട് എനിക്കൊന്നും നേടാനില്ല. ഞാനാണ് അവൾക്ക് വേണ്ടി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവള് എന്റെ മകനെതിരെ തിരിഞ്ഞു. അതെനിക്ക് സഹിക്കാനാവില്ല. നീയാണ് എനിക്ക് ഏറ്റവും പ്രധാനം. നിനക്ക് ചെയർമാന്റെ ആ ഒരു പൊസിഷൻ കിട്ടണം. അതിനെന്ത് തടസ്സം നിന്നാലും ഞാനിത് പരിഹരിക്കും. ആ സമയം ഇവനൊരു മെസ്സേജ് വരുന്നുണ്ട്. റൈറ്റർ ബോറയാണ് അയക്കുന്നത്. ഞാൻ സെറ്റിൽ ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട് എന്നൊക്കെ അവൾ അയക്കുന്നുണ്ട്. അങ്ങനെ അവനും അമ്മയുടെ പിന്നാലെ പോകുന്നുണ്ട്, അവൾക്കെതിരെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഹീറോയിനും കിമ്മും കൂടി കിമ്മിന്റെ ഫ്രണ്ടിനെ കാണാനായിട്ട് വരുന്നുണ്ട്. എന്നെ കാണുമ്പോ എങ്ങനെ തോന്നുന്നുണ്ട്? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അവനോട് സംസാരിച്ച് കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കണം. അവന്റെ വീടിന്റെ മുന്നിലാണ് ഇവര് വന്ന് നിൽക്കുന്നത്. ആ സമയം അമ്മയും മകനും അവിടേക്ക് വരുന്നുണ്ട്. അവനെയും അവന്റെ അമ്മ പിടിച്ച് വലിച്ചുകൊണ്ടാണ് ഇവരുടെ അടുത്തേക്ക് വരുന്നത്. ഇവനാണെങ്കിൽ കിമ്മിന്റെ അടുത്ത് പിണക്കമായിരുന്നു. നിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം നീ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. എന്നോട് ക്ഷമിക്കണം, എനിക്ക് നേരത്തെ ഇത് പറയാനായിട്ട് സാധിച്ചില്ല. നിനക്കോട് ദേഷ്യമുണ്ടോ? നിന്നോട് ഞാൻ പറഞ്ഞില്ല, നീ എന്നോട് ക്ഷമിക്ക്. നീ ആരാ? നിനക്ക് എന്നെ അറിയാമോ? നീ പിണങ്ങല്ലേ എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അമ്മയും അവനോട് സംസാരിക്കുന്നുണ്ട്. നീ അവന്റെ ഭാര്യയാണോ? എല്ലാവരും തെറ്റിദ്ധാരണയായിരുന്നു. അതുവഴി നിങ്ങളുടെ മകൻ ജോലി ഉപേക്ഷിച്ചെന്ന് എനിക്ക് വിശ്വസിക്കാനായില്ല. അത് കുഴപ്പമില്ല, എന്റെ മകനല്ലേ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. അവന് കിമിന് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് തവണ ഇവിടെ ഫുഡ് കഴിക്കാനൊക്കെ അവൻ വന്നിട്ടുണ്ട്. പക്ഷെ നീ അവന് ഭക്ഷണം പാകം ചെയ്തെന്ന് കൊടുക്കാറല്ലേ? അവൻ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ഒന്നും അധികം കഴിക്കുന്നില്ല. വല്ലപ്പോഴൊക്കെ അവന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവളെ വഴക്ക് പറയുന്നുണ്ട്. അത് അവൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ എന്തായാലും എന്റെ മകനെ ഓഫീസിലേക്ക് പറഞ്ഞയച്ചോളാം, നീ അതിന് പേടിക്കൊന്നും വേണ്ട. ഫ്രണ്ടിന്റെ അമ്മ പറഞ്ഞ കാര്യം ഇവളും കിമ്മിനോട് പറയുന്നുണ്ട്. നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവനെന്നുള്ള കാര്യം നീ എന്നോട് എന്താ പറയാത്തത്? ഞാൻ ഒരുപാട് പേടിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രല്ല, നീ ഒരു കാര്യം അറിഞ്ഞോ? നിന്റെ ഫ്രണ്ടില്ലേ, അവനൊരു നെപ്പോ കിഡാണ്. നമ്മുടെ ചെയർമാന്റെ അവന്റെ പേര് ഒരുപോലെയാണ്. അങ്ങനെയൊന്നും ആയിരിക്കില്ല, ചെറിയൊരു സാമ്യത ആ പേരിന് വന്നതായിരിക്കും. അങ്ങനെയൊന്നുമല്ല, അവനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രഷറും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അയാള് ചെയർമാന്റെ മകനായിരിക്കും. അപ്പോഴാണ് ഇവനെ ഒരു കാര്യം ഓർക്കുന്നത്. ഇവൻ മെറിറ്റിലായിരുന്നു ഇവിടെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഇവനെ ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്ന അയാളാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവനും എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. അവനും നിങ്ങളെ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, എന്നെ മറ്റൊരു ടീമിലേക്ക് എടുക്കും. അന്നേരം ഈ പ്രശ്നങ്ങളൊക്കെ മാറും. എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാവില്ല. ഞാൻ നന്നായിട്ട് ഡ്രസ്സ് ധരിച്ചോളാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളാം, നീറ്റ് ആയിട്ട് ഇരുന്നോളാം. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഞാൻ ഉണ്ടാക്കില്ല. എന്നിട്ട് അവരും അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴാണ് ഇവളും ഒരു കാര്യം ഓർക്കുന്നത്. അയ്യോ, വെഡിങ് റിംഗ്, അതിന്റെ കാര്യം ഞാൻ മറന്നുപോയല്ലോ. ഇവളത് റെന്റിന് എടുത്തിട്ടുണ്ടായിരുന്നതാണ്. അവന്റെ വെഡിങ് റിംഗ് എന്തായാലും അവന് അത് തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അടുത്ത ദിവസം ജോലിക്ക് വരുമ്പോ റിംഗ് കയ്യിലുണ്ടായിരിക്കണല്ലോ എന്ന് കരുതിയിട്ട് അവളെ ഷോപ്പിൽ പോയി ചോദിക്കുന്നുണ്ട്. 3 മാസം മുന്നേ ഞാനൊരു റിംഗ് റെന്റിന് എടുത്തിട്ടുണ്ടായിരുന്നു, അതെനിക്ക് തിരികെ വേണമെന്ന് പറയുമ്പോ അവരത് നോക്കിയിട്ട് ആ ആളത് തിരികെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾ അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ലെന്ന് അവളും. ഇവനും ആ ഒരു റിംഗ് കയ്യിൽ എടുത്തിടുന്നുണ്ട്. ഇവൻ ആ റിംഗ് തിരികെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് തിരിച്ചു വാങ്ങിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവനും ഓഫീസിലേക്ക് പോകാനായിട്ട് നിൽക്കുന്ന സമയം അവിടേക്ക് ഇവനെ ഭീഷണിപ്പെടുത്തുന്ന ആളും വന്നിരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. അയാളും ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. നിന്റെ കല്യാണം കഴിഞ്ഞോ? എന്താ എന്നിൽ നിന്നും അത് മറച്ചു വെച്ചത്? നീ ഡിവോഴ്സ് ചെയ്തോ? നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ വന്ന് താമസിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ വേണമെങ്കിൽ അവളെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തരാം. അങ്ങനെയൊന്നും വേണ്ട, അവൾ എന്റെ ഭാര്യയാണ്. അയാളോട് ഒരു കാര്യം കിമ്മൻ ചോദിക്കുന്നുണ്ട്. ചെയർമാൻ അയാളാണോ നിങ്ങൾ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്? അല്ലെന്ന് അയാളും. എന്താ അങ്ങനെ ചിന്തിക്കാൻ കാരണം? നിങ്ങളിപ്പോ ചോദിച്ചത് തെറ്റായ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിന്ന് എനിക്ക് വ്യക്തമാണ് ചെയർമാൻ ആയിരിക്കണം ഇതിന്റെയൊക്കെ പിന്നിൽ എന്ന് പറഞ്ഞിട്ട് അവനും പോകുന്നുണ്ട്. സംഭവം ശരി തന്നെയാണ്. ഇയാളും ഫോൺ വിളിച്ചിട്ട് അവന്റെ കല്യാണമൊക്കെ കഴിഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സത്യമാണ്. പിന്നെ നിങ്ങളെ അവനൊരു സംശയം ഉണ്ടെന്ന് ചെയർമാനോടും പറയുന്നു. ശേഷം ഹീറോയിനും ഓഫീസിലേക്ക് വരുന്ന സമയം നിന്റെ ഹസ്ബൻഡ് എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോ അവൻ ഇടയ്ക്ക് വെച്ചൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോ ഫ്രണ്ടും അതിന് കിം ഇവിടെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അവനെയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അയ്യോ, ഞാൻ പറഞ്ഞത് മാറിപ്പോയതാണ്, ഞാൻ ഷോപ്പിൽ ഇടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. എന്നിട്ട് അവന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് റിങ്ങിന്റെ കാര്യം ചോദിക്കുന്നു. ഞാൻ ആ സ്റ്റോറിൽ നിന്നും വീണ്ടും റെന്റിനെടുത്തു, ഇത് ആവശ്യം വന്നാലോ? പക്ഷെ അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതവൻ വാങ്ങിച്ച കാര്യം. ഒരു പ്രശ്നമുണ്ട്, നമുക്ക് അടുത്ത ദിവസം മുതൽ ഒരുമിച്ച് വരണം. പലരും സംശയിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, നീ എന്റെ വീട്ടിലേക്ക് വാ, ഞാനപ്പോ രാവിലെ റെഡി ആയിട്ട് അവിടെ വന്നാൽ മതിയെന്ന് ചോദിക്കുമ്പോൾ അവളും അങ്ങനെയല്ല, ഇനി അവിടെ താമസിച്ചാൽ മതി എന്ന് അവളും പറയുന്നുണ്ട്. ലിഫ്റ്റ് തുറക്കുമ്പോൾ അതിനകത്ത് മാനേജറും ഭാര്യ ഉണ്ടായിരുന്നു. മാനേജർ ആണെങ്കിൽ ഇവളെ കളിയാക്കാൻ കിട്ടുന്ന ഒരു നിമിഷവും പാഴാക്കില്ല. നമ്മുടെ സെലിബ്രിറ്റി എത്തിയല്ലോ, ഓൺലൈനിൽ നിന്നെ കുറിച്ചുള്ള ചർച്ചകൾ മാത്രമേ ഉള്ളൂ, നീയാണ്
ഞാനിപ്പോ ട്രെൻഡിങ്. അവളും മാനേജറിന്റെ ഭാര്യയോട് നന്ദി പറയുന്നുണ്ട്. ഓഫീസിൽ ഇവൾക്കൊരു പ്രശ്നം വന്നപ്പോ അവളാണല്ലോ സഹായിച്ചിട്ടുണ്ടായിരുന്നത്. ഓഫീസിലേക്ക് ഇവരും വരുമ്പോ ഇവരോട് ഓരോരുത്തരും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇവരുടെ വീട്ടിൽ എങ്ങനെയാണ്, ഒരുമിച്ച് പോകുന്നുണ്ടോ എന്നൊക്കെ കിമ്മിനോട് ചോദിക്കുന്നു. ഹീറോയിനും അത് തന്നെയാണ് അവസ്ഥ. അവളുടെ സുപ്പീരിയേഴ്സും നിന്റെ ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യുന്നെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ കുത്തി കുത്തി ഓരോന്ന് ചോദിക്കുന്നുണ്ട്. ശേഷം ഇവളും ഫ്രണ്ട്സിന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട് ഓഫീസിലെ കാര്യങ്ങളൊക്കെ. അവളുടെ കയ്യിലെ റിങ് കാണുമ്പോ ഫ്രണ്ടും സാധാരണ കല്യാണം കഴിഞ്ഞ ആൾക്കാരൊന്നും എപ്പോഴും റിംഗ് ഒന്നും അങ്ങനെ ഇടില്ല, അത് കുഴപ്പമില്ല, ഇത് കാണുമ്പോ എനിക്കൊരു ധൈര്യമൊക്കെ വരുന്നുണ്ട്. പിന്നെ എന്റെ ഹസ്ബൻഡ് അവൻ എന്നോട് റിങ് റെന്റിന് എടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അവനത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നീ എങ്ങനെ അറിഞ്ഞ? ഞാൻ ആ സ്റ്റോറിൽ പോയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടും എനിക്ക് തോന്നുന്നത് അവൻ ആ റിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ്. എനിക്ക് തോന്നുന്നത് അവൻ ശരിക്കും നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ്. അതുകൊണ്ടായിരിക്കും അവൻ ആ റിങ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ എന്നോട് പറയുമായിരുന്നല്ലോ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ചിന്തിച്ചാ അവൻ ആ റിങ് മറ്റൊരാവശ്യത്തിന് വാങ്ങിയതാണെങ്കിലോ? അവന് വേറെ ഗേൾ ഫ്രണ്ട് ഒക്കെ കാണും, അതിനുവേണ്ടി അവൻ വാങ്ങിയതായിരിക്കും. ഗേൾ ഫ്രണ്ടോ? ഇതിന്റെ കാര്യം അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇവളും കിം മറ്റൊരു പെൺകുട്ടിയോട് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി അവളെങ്ങാനോ ആണോ എന്ന് സംശയിക്കുന്നുണ്ട്. അപ്പോഴാണ് റൈറ്റർ ഫ്രണ്ട് അവളുടെ കാര്യം പറയുന്നത്. നീ എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്തോന്ന് ചോദിക്കുമ്പോ അവന് ഞാനൊരു പണി കൊടുത്തിട്ടുണ്ട്. എന്റെ അമ്മ ഒരു ഓർഫനേജില് വോളണ്ടിയർ ആയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടേക്ക് ഞാൻ അവനെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇവള് പറഞ്ഞതനുസരിച്ചിട്ട് ആ സിഇഒയും അവിടേക്ക് വരുന്നുണ്ട്. അവിടെ വെച്ച് കിമ്മും അവനെ കാണുന്നുണ്ട്. നീ എന്താ ഇവിടെന്ന് അവനോടും ചോദിക്കുന്നുണ്ട്. അവള് പറഞ്ഞതനുസരിച്ചിട്ടാണ് സിഇഒ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ജോലി ചെയ്തു കഴിഞ്ഞാൽ ആ പ്രശ്നം സെറ്റിൽ ചെയ്ത് തീർക്കാം, ആ ഒരു കേസ് ഒതുക്കി തീർക്കാമെന്ന് അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിമ്മും ഇന്ന് ലോണ്ടറി ഡേ ആണ്, ഡ്രസ്സ് കഴിവേണ്ടതായിട്ട് വരും, ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ അല്ലേ, എളുപ്പമല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവൻ പോകുന്ന സമയമാണ് അവിടെ നിറയെ തുണികളായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സ്ത്രീയും അവന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ തുണികൾ വെറുതെ കഴുകിയാൽ പോരാ, ഇത് ആദ്യം കൈകൊണ്ട് ചെയിൻ എല്ലാം കഴുകി കളഞ്ഞതിന് ശേഷമേ വാഷിംഗ് മെഷീനിൽ ഇടാവൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ചെയിൻ ഒന്നും പോവില്ല. അവൻ നോക്കുമ്പോ ഇഷ്ടം പോലെ തുണികൾ ഉണ്ടായിരുന്നു. ഇതല്ലാതെ വേറെ ജോലികളൊന്നുമില്ലേ? നേരത്തെ വന്ന വോളണ്ടിയേഴ്സ് എന്താ ചെയ്യുന്നത്? അതിനവരും അവര് ടീച്ചേഴ്സ് ആണ്. ഇവിടെയുള്ള കുട്ടികളെ പഠിക്കാനൊക്കെ ആയിട്ട് സഹായിക്കാറുണ്ട്. ഞാൻ എഡ്യൂക്കേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ഞാനും കുട്ടികളെ പഠിപ്പിക്കാം. അതിനവരും അവര് ഒരുപാട് നാളെ ഇവിടെ പഠിപ്പിക്കാൻ വരുന്നവരാണ്. പെട്ടെന്ന് ഒരാൾ പഠിപ്പിക്കാൻ വരിക എന്ന് പറയുന്നത് അത് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. ആ പെൺകുട്ടി ഈ ഓർഫനേജിൽ വളർന്നതാണ്. കിമ്മാണെങ്കിൽ ഒരുപാട് നാളായി ഇവിടെ വരുന്നുണ്ട്. അവൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമ്മയുടെ കൂടെയാണ് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അവനൊരു മാലാഖയാണ്. ആ സമയമാണ് കിമ്മും ഒരു കുട്ടിയുടെ മാർക്ക് കണ്ടിട്ട് ഇതാണോ നിനക്ക് കിട്ടിയ മാർക്ക് എന്ന് പറഞ്ഞിട്ട് അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇത് കണ്ടിട്ട് സിഇഒയും ഇതാണോ മാലാഖ, അല്ലെങ്കിൽ ഇത് ലൂസിഫർ ആയിരിക്കും. പെട്ടെന്ന് തന്നെ ആ തുണികളൊക്കെ നനച്ചിടണമെന്ന് അവനോട് പറയുന്നുണ്ട്. അവൻ വാഷ് ചെയ്തിട്ട് പോകുന്നത് കിമ്മും കാണുന്നുണ്ട്. അവനും സിഇഒയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇവനും തുണികൾ കൊണ്ടുപോകുന്ന സമയം കാല് തെറ്റി വന്ന് വീഴാനായിട്ട് പോകുന്നുണ്ട്. കിം അവിടേക്ക് വരുന്നുണ്ട്. സിഇഒ വിചാരിക്കുന്നത് കിം അവനെ പിടിക്കുമെന്നാണ്. പക്ഷെ കിം ചെയ്തത് ആ തുണികളാണ് അവൻ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അത് കണ്ടിട്ട് അവന് വഴക്ക് പറയുന്നുണ്ട്. ഒരാളിവിടെ വീഴാൻ പോയത് നീ കണ്ടില്ലേ? അതിന് കിമ്മും ഇത് കുട്ടികളുടെ ഡ്രസ്സാണ്, അതിൽ അഴുക്ക് വീഴാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞ് അവനും സിഇഒയെ സഹായിക്കുന്നുണ്ട്. അവനും കിമ്മിനോട് ഡ്രയർ ഇല്ലേ, അത് വെച്ചിട്ട് ഇത് ഉണക്കാമായിരുന്നില്ലേ, ഇലക്ട്രിസിറ്റി ബില്ല് ഓർത്താണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിന് കിമ്മും കുട്ടികളുടെ ഡ്രസ്സ് വെയിലത്തിട്ട് വേണം ഉണക്കാനായിട്ട്. ഇവിടെയുള്ള കുട്ടികൾ പാരന്റ്സ് ഇല്ലാതെ വളരുന്നവരാണ്, അവർക്ക് വേണ്ടുന്ന കെയർ കൊടുക്കാൻ നമുക്കേ സാധിക്കൂ. ഈ സിഇഒ അങ്ങനെ വോളണ്ടിയർ വർക്കൊന്നും ചെയ്തിട്ടില്ല. കിമ്മും അതൊക്കെ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നീ ഞാനിവിടെ ജോലി ചെയ്യുന്ന കുറച്ച് ഫോട്ടോസ് എടുത്ത് തരണമെന്ന് കിമ്മിനോടും പറയുന്നുണ്ട്. അവൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രണ്ട്സും കൂടി ഇരിക്കുന്ന സമയം ഇവനും ഇവന്റെ പിക്ചേഴ്സ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവൻ സിഇഒ ആണെന്നുള്ള കാര്യം ഈ റൈറ്റർ ഫ്രണ്ടിന് അറിയില്ല. പക്ഷെ ഹീറോയിന് നന്നായിട്ട് അറിയാം. ഇവരും ആ ഒരു ഫോട്ടോ നോക്കുന്ന സമയം ആ ഫോട്ടോയുടെ ലിമിറ്റ് എക്സ്പയർ ആയി എന്നാണ് കാണിക്കുന്നത്. ചില ഫോണില് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. അവള് കണ്ടു കാണുമെന്ന് കരുതി സിഇഒയും വേറൊരു പിക്ചർ അയച്ചു കൊടുത്താൽ മതിയായിരുന്നു എന്നാലോചിച്ച് പോകുമ്പോ ഇവനെ അറിയാന്നുള്ള ആരോ വഴിയിൽ വെച്ചിട്ട് ഇവൻ ഓർഫനേജിൽ നിന്ന് പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവന് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, ഇത് ഹ്യൂൻ അല്ലേ, ഇത് നീ ആയിരുന്നോ എന്ന് പറഞ്ഞ് അവരും പോകുമ്പോ സിഇഒയും ഒളിച്ചു നിൽക്കുന്നുണ്ട്. നീ അവനല്ലേ, ഹ്യൂൻ അല്ലേ, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? അയ്യോ ഞാൻ പെട്ടെന്ന് നിങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഇരുട്ടായിട്ടുണ്ടായിരുന്നില്ലേ, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? ഞങ്ങളിവിടെ കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? ഞാനും അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. അടുത്ത ദിവസം ഹീറോനെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് കിമും കാറും എടുത്ത് വരുന്നുണ്ട്. ഹീറോനെ അത് കണ്ടിട്ട് ഇത് നിന്റെ കാറാണോ? എന്റെ അല്ല, പക്ഷെ എനിക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഹീറോന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇവൻ എന്തായാലും ഒരു ഗേൾ ഫ്രണ്ട് കാണും. അവളും അത് അവനോട് പോയി ചോദിക്കുന്നുണ്ട്. നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഇല്ലെന്ന് അവനും. പക്ഷെ എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളുണ്ട്. അവളുടെ അടുത്തേക്ക് വന്നിട്ട് അത് നിങ്ങളാണെന്ന് പറയുന്നുണ്ട്. അവളും അവനെ തള്ളി മാറ്റിയിട്ട് പോകുന്നുണ്ട്. നീ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചായിരുന്നോ? നിനക്ക് വേണ്ടി ഞാൻ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അവളും അതെടുത്ത് കഴിക്കുമ്പോ ചെറിയൊരു ഭാഗം അവളുടെ കവളിലോ ആയിട്ടുണ്ടായിരുന്നു. കിമും അത് പതിയെ തുടച്ചു മാറ്റുന്നുണ്ട്. ഇവര് തമ്മില് കണ്ണും കണ്ണും നോക്കിയിരിക്കുന്നുണ്ട്. നീ കൊച്ചു കുട്ടിയൊന്നുമല്ല, ഇപ്പോഴും ഭക്ഷണം ശരിയായി കഴിക്കാൻ നിനക്ക് അറിയില്ലേ എന്നൊക്കെ അവനും അവളെ വഴക്ക് പറയുന്നുണ്ട്. കുറച്ചു നാളായി ഞാൻ ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ട്. നീ ആ സ്റ്റോറിൽ ഉണ്ടായിരുന്ന സമയം ഞാനെന്നും അവിടുന്ന് ഫുഡ് വാങ്ങി കഴിക്കുമായിരുന്നു. നീ എന്തിനാ ആ റിങ് വാങ്ങിയത്? അത് കേട്ടിട്ട് അവനും ഷോക്ക് ആകുന്നുണ്ട്. നീ ഇതെങ്ങനെ അറിഞ്ഞു? ഞാൻ ആ ഷോപ്പിൽ ഇത് തിരികെ റെന്റിന് വാങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കിതറിയാം. അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും എനിക്ക് ഗേൾ ഫ്രണ്ട് ഇല്ല. ഇത് നമ്മള് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷെ നീ എന്തിനാ റിങ് വാങ്ങിയത്? ഇതും നിനക്ക് എന്നോട് പറയാനായിട്ട്
കൊടുക്കാനായിട്ട് പറ്റില്ലേ? അത് കാര്യം എന്തെന്ന് വെച്ചാ എന്നൊക്കെ അവനും ഉരുണ്ട് കളിക്കുന്നുണ്ട്. ആ സമയം ഇവൾക്ക് ഒരു കോള് വരുന്നു. സിഇഒയും ഓഫീസിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. PR ടീം നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഹോട്ടലിൽ വെച്ചൊരു പ്രസ് കോൺഫറൻസ് നടക്കുന്നുണ്ട്. ഇവിടുത്തെ നല്ല വർക്ക്സ് ഒക്കെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു ഓർഫനേജിൽ പോയിട്ടുണ്ടായിരുന്നു ഈ വീക്കെൻഡില്. ആർട്ട് ഗാലറിയുടെ ഡയറക്ടറെ ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് അല്ലേ വരുള്ളൂ. അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് മനസ്സിലാവും ഞാൻ ഇവിടുത്തെ സിഇഒ ആണെന്ന്. അത് ചെയ്യാനായിട്ട് പാടില്ല. എന്നോട് പറയാതെ ഇവിടെ പ്രസ് കോൺഫറൻസ് വിളിക്കാൻ ആരാ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടീമിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവിടെ വരുമ്പോ കിമ്മും ഹീറോയിനും മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കിമ്മും സിഇഒയും കണ്ടുമുട്ടുന്നുണ്ട്. ഇത് ആ വോളണ്ടിയർ അല്ലേ? ഹീറോയിനും ഇതാണ് നമ്മുടെ സിഇഒ. അത് കേട്ടവനും ഞാൻ ഇവിടുത്തെ പുതിയ റിക്രൂട്ട് ആണ് എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അവളും ഇതെന്റെ ഹസ്ബൻഡ് ആണെന്ന് പറയുന്നു. ഹസ്ബൻഡോ? സെക്രട്ടറിയും നമ്മുടെ ഓൺലൈൻ ഫോറത്തില് ഇവർ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? PR ടീമിന്റെ കയ്യിൽ നിന്നും ഞങ്ങൾക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു കുട്ടിയെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചൈൽഡ് അബ്യൂസ് തടയാനുള്ള ഒരു ക്യാമ്പയിൻ ഇവിടെ നടക്കുന്നുണ്ട്. ആ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് സംസാരിക്കാൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നോട് വക്കീലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വളരെ തിരക്കായിരുന്നതുകൊണ്ട് നിങ്ങളെ അഭിനന്ദിക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. അയ്യോ അതൊന്നും സാരമില്ല. നിങ്ങളുടെ വക്കീലുള്ളത് കൊണ്ടാണ് അന്ന് ഞങ്ങൾ ഈ ഒരു കേസ് കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയം കിമ്മിനെ ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്ന ആ ഒരാള് അങ്ങോട്ട് വന്നിട്ട് സിഇഒയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ചെയർമാൻ ഇപ്പോ ഇങ്ങോട്ട് വരുന്നതായിരിക്കും. അമ്മയും വരുന്നുണ്ട്. ഇവരെ പേഴ്സണലായിട്ട് നിന്റെ അച്ഛനും അമ്മയ്ക്കും കാണണമെന്നാണ് പറയുന്നത്. അതിനുവേണ്ടി ഒരു മീറ്റിംഗും വെച്ചിട്ടുണ്ട്. ശേഷം പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഹീറോയിനും തയ്യാറാകുന്നുണ്ട്. കിമ്മിനും ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. അവൻ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ ആ ഒരു ഭീഷണിപ്പെടുത്തുന്ന ആള് അവിടെ വന്നിരുന്ന സമയം ഇവനൊരു വോയിസ് റെക്കോർഡർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അയാള് ചെയർമാനെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നത് ഇവൻ കേട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ പ്ലാൻ വെച്ച് തന്നെ മുന്നോട്ട് പോകാം. അവന്റെ ഭാര്യയെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ കിമ്മും എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട് എന്ന് പറയുമ്പോ അവളും ആ റിങ്ങിനെ കുറിച്ചാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ കാരണമാണോ ആ റിങ് നീ വാങ്ങിയത്? നീ ആണെങ്കിലോ? ഞാനൊരു കാര്യം പറയാം. ഈ ഒരു പ്രസ് കോൺഫറൻസ് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെന്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ചെയർമാന്റെയും സിഇഒയുടെയും കൂടെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റുന്നത് തന്നെ എനിക്ക് വലിയൊരു അവസരമാണ്. ഈ ഒരു അവസരം എനിക്ക് പാഴാക്കാനായിട്ട് സാധിക്കില്ല. എന്റെ കരിയറിനെ അത് ബാധിക്കും. അതുകൊണ്ട് വേറൊന്നും എന്നോട് പറയരുത്. അത് കേൾക്കുമ്പോൾ കിമ്മും അവളോടൊന്നും തന്നെ പറയില്ല. അവളും ആ ഒരു പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അവര് കൃത്യമായിട്ട് ആ ഒരു പ്രോഗ്രാമും ചെയ്യുന്നുണ്ട്. ശേഷം മാനേജറും ഭാര്യയും അവിടേക്ക് വരുന്നുണ്ട്. ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരും ചെയർമാന്റെയും സിഇഒയുടെയും കൂടെ ഡിന്നറിന് ഇൻവിറ്റേഷൻ കിട്ടി അവിടേക്ക് പോവുകയാണ്. അവിടേക്കാണ് കിമ്മും ഹീറോയിനും വരുന്നത്. ഇവനിപ്പോ ചെറിയൊരു പൊസിഷൻ അല്ലേ ഉള്ളൂ. ചെയർമാന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവന് കൂടുതൽ പ്രൊമോഷൻ കിട്ടുകയും വലിയ സാധ്യതകൾ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇവൻ ഇവിടെ വിളിച്ച് കൊണ്ടുവരുന്നത്. പക്ഷെ അവനത് വലിയ താല്പര്യമില്ലായിരുന്നു. നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ടാണ് നിന്നെ ഞാൻ തെരഞ്ഞെടുത്തത്. നീ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ നിന്റെ കയ്യിലെ പാവയെ പോലെ എന്നാണോ? എന്നാ ശരി, നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ പൊക്കോ. പക്ഷെ അവനും അതിൽ പങ്കെടുക്കാമെന്ന് അവളോടും സമ്മതിക്കുന്നുണ്ട്. കിം ഹീറോയിനും അവിടേക്ക് വരുന്നുണ്ട്. ആ സമയം സിഇഒയും എത്തുന്നു. എന്തുപറ്റി, പേടിയാണോ? വൈൻ കുടിച്ചാലോ? നീ കുടിക്കാറല്ലേ? ഞാനിതുവരെ വൈൻ കുടിച്ചിട്ടില്ല. എന്നോട് ക്ഷമിക്കണം. അത് കുഴപ്പമൊന്നുമില്ല. എനിക്കും വൈൻ കുടിക്കാനായിട്ട് സാധിക്കില്ല. എന്റെ അച്ഛനെ പോലെ തന്നെ ആൽക്കഹോള് എനിക്ക് പറ്റില്ല. അത് കേൾക്കുമ്പോ കിമിനും എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. ആ സമയം ചെയർമാനും അവിടേക്ക് വരുന്നുണ്ട്. അയാളും ഹീറോയിനോട് കൂടുതലായിട്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. വല്ലാത്ത ധൈര്യശാലിയാണെന്നാണ് ഞാൻ കേട്ടത്. നിങ്ങൾ കിം അല്ലേ? എന്നിട്ട് അവളോട് അവളുടെ വയസ്സ് ഒക്കെ തന്നെ ചോദിക്കുന്നുണ്ട്. എനിക്ക് 33 വയസ്സുണ്ട്. നിങ്ങളുടെ പാരന്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? എന്റെ അച്ഛൻ മരിച്ചുപോയി. അമ്മ നഴ്സിംഗ് ഹോമിലാണ്. എങ്ങനെയാ മരിച്ചത്? അത് കേട്ട് മാനേജറും അതൊരു ആക്സിഡന്റ് ആയിരുന്നു. പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ്. അവൾക്ക് ഒരുപാട് വിഷമമായിട്ടുണ്ട്. മാനേജറിന്റെ ഭാര്യം അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇവള് എന്റെ കോളേജിൽ ജൂനിയർ ആയിരുന്നു. അത് കേട്ട് അവള് ശരി, എന്റെ സീനിയേഴ്സ് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എനിക്ക് സഹോദരങ്ങളൊന്നും ഇല്ലല്ലോ. നിങ്ങളുടെ അമ്മയ്ക്ക് എങ്ങനെയാണ്? എന്തെങ്കിലും പാരമ്പര്യ രോഗമാണോ? എന്നൊക്കെ ആവശ്യമില്ലാത്ത കുറെ ചോദ്യങ്ങൾ അവളോടും ചോദിക്കുന്നുണ്ട്. മാനേജറിന്റെ ഭാര്യയും എന്തൊക്കെയോ പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ ചെയർമാൻ അതൊന്നും തന്നെ കേൾക്കുന്നില്ല. അയാൾക്ക് ഇവരെ രണ്ടുപേരെ കുറിച്ചും കൂടുതലായിട്ട് അറിയണം. നിങ്ങൾ എങ്ങനെയാണ് കിമ്മിനെ പരിചയപ്പെട്ടത്? നിനക്കാലും വയസ്സിന് ഇളയതല്ലേ? അതുപോലെ ഒരു സ്റ്റോറിലല്ലേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്? നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സീനിയർ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളല്ലേ? മാനേജറും അത് ശരിയാ, കിമ്മിനെ പോലെ ഉള്ള ഒരാളെ എങ്ങനെ അവള് സെലക്ട് ചെയ്തത്? അവള് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ വളരെ മിടുക്കിയാണ്. പെട്ടെന്ന് തീരുമാനം എടുക്കും. കിമ്മും എന്റെ അച്ഛൻ ആരാണെന്ന് എനിക്കറിയില്ല. എന്റെ മുത്തശ്ശി പറഞ്ഞത് കുട്ടി ജനിച്ചിട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരു വൃത്തികെട്ടവനാണ് എന്റെ അച്ഛനും. എന്റെ അമ്മയുടെ ജീവിതം ഞാൻ കാരണം നശിച്ചു എന്നാണ് എപ്പോഴും മുത്തശ്ശി പറയാറ്. അതുകൊണ്ട് എപ്പോഴും എനിക്ക് പേടിയാണ് മറ്റാരുടെയെങ്കിലും ജീവിതം ഞാൻ കാരണം നശിക്കോ എന്നുള്ള പേടി. അതുകൊണ്ടായിരിക്കണം എന്റെ വൈഫ് എന്നെ തിരഞ്ഞെടുത്തത്. അവള് സാധാരണ അങ്ങനെ ചെയ്യാറില്ല. തോൽവികളൊന്നും അവൾക്ക് ഏറ്റെടുക്കാനായിട്ട് പറ്റില്ല. പക്ഷെ എന്നിട്ടും അവൾ എന്നെ തിരഞ്ഞെടുത്തു. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം. ഒരാളുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് അത് നശിപ്പിക്കാതിരിക്കുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഇപ്പോ എനിക്കൊരു പേടിയില്ല. അത് കണ്ടിട്ട് ചെയർമാന്റെ ഭാര്യയും ആരൊക്കെയാ വൈൻ കുടിക്കാനായിട്ട് പോകുന്നത്? മാനേജറുടെ ഭാര്യയും എന്റെ ഹസ്ബൻഡ് നന്നായിട്ട് കുടിക്കും എന്ന് പറയുമ്പോൾ അവനും എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ ഒരു ഓപ്പർച്യൂണിറ്റി കളയണ്ടെന്ന് കരുതി അവനത് സമ്മതിക്കുന്നുണ്ട്. ഹീറോയിന് സമ്മതിക്കുന്നു. അപ്പോ അച്ഛനെയും കിമ്മിനെയും എന്നെ ഒഴികെ എല്ലാരും കുടിക്കുകയാണോ? ചെയർമാൻ ഇത് കേട്ടിട്ട് നീ കുടിക്കില്ലേ എന്ന് കിമ്മിനോട് ചോദിക്കുമ്പോ അങ്ങനെയൊന്നുമില്ല, ഞാനും കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞ് വൈൻ എടുത്ത് കുടിക്കുന്നുണ്ട്. സിഇഒയും ഇത് കണ്ടിട്ട് അതിശയിക്കുന്നു. അങ്ങനെ അവിടെ എല്ലാവരും നന്നായിട്ട് തന്നെ വൈൻ കഴിക്കുന്നുണ്ട്. ശേഷം അടുത്ത ദിവസം ആകുമ്പോ ഹീറോയിനും ഉണരുന്നുണ്ട്. നോക്കുമ്പോ കിം ഇവളുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അവനും ഉണരുന്നുണ്ട്. ഇവർ രണ്ടുപേരും അടുത്ത് കിടക്കുന്നത് കണ്ട് രണ്ടുപേരും പേടിക്കുന്നുണ്ട്. അവള് ബഹളം വെക്കില്ലേ എന്ന് അവനോട് പറയുന്നുണ്ട്. നോക്കുമ്പോ മറ്റൊരാളുടെ കൈ അവിടെ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഇവർ
രണ്ടുപേരും പേടിക്കുന്നുണ്ട്. അത് മറ്റാരും അറിഞ്ഞില്ല, മാനേജർ ആയിരുന്നു. ഇത് കണ്ടിട്ട് ഇവർ രണ്ടുപേരും ഷോക്ക് ആകുന്നുണ്ട്. മാനേജർ ഉണരുന്നു. അതുകൊണ്ട് അവർ രണ്ടുപേരും നിലവിളിക്കുന്നുണ്ട്. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.